Hi friends, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി, അതായത് റെയർ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ. അതായത് എപ്പോഴും ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണില്ല. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറൈറ്റി പ്ലാന്റ്സുകൾ, കുറച്ച് പ്ലാന്റുകളെ ഒന്ന് കാണിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളൊരു മിലിറ്ററി കലേഡിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനുശേഷമായിട്ട് അതാണ്ട് ഇതൊരു ചെറിയ അലക്രീഷ്യയാണ്. അതിൻ്റെ ഒരു മിക്കി മൗസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അതിൻ്റെ ഒരു പ്ലാന്റിന് പുറത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഇവിടുത്തെ അല്ല, പുറത്തുനിന്ന് വന്ന പ്ലാന്റ്. വലിയ കുഴപ്പമില്ലാതെ പുതിയൊരു ലീഫ് വന്നപ്പം കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ രണ്ടാമതൊരു ഇല വന്നതാണ്. അതേപോലെ തന്നെ അതായത് ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കിടുക്കാച്ചി വെറൈറ്റി കലേഡിയമാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു വെറൈറ്റിയാണ്. നേരിട്ട് കാണുമ്പോൾ അത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ പ്ലാന്റും കുറച്ച് ആളുകൾ ഇവിടെ വന്ന് കണ്ടിരുന്നു. ഒന്നോ രണ്ടോ ചെടികളൊക്കെയാണ് കിട്ടുന്നത്. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ തൈ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് വിപണനത്തിന് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് എന്തായാലും കളക്ട് ചെയ്ത് ഒറ്റ ചെടി വന്നതാണ്. ഇതൊരു ഒറ്റ ചെടി വന്നതാണ്. ഇത് നമ്മൾ ഇപ്പം കുറേ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന വെറൈറ്റിയുടെ നാരോ ലീഫാണ്, ബ്രോഡ് ലീഫല്ല. ഇതൊരു നാരോ ലീഫാണ്. ഇതിന് നീളം കൂടുതലാണ് ഇലയ്ക്ക്. ഓരോ വെറൈറ്റിക്കും അങ്ങനെ പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു നാരോ ലീഫ്, നീളം ഉള്ള ലീഫാണ് ഇതിന് കാണുന്നത്. കലേഡിയത്തിൽ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതെവിടുന്നായിരുന്നു, സിലിഗുരി ഭാഗത്തുനിന്ന് വന്നൊരു പ്ലാന്റാണ്. കുഴപ്പമില്ല, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഒരുപാട് റെയർ അല്ലെങ്കിലും എന്നാൽ ഇന്ന് ഒരുപാടെടുത്ത് കാണാത്ത ഒരു വെറൈറ്റിയാണ്. എല്ലായിടവും ഒന്നും സജീവമായിട്ട് കാണുന്നൊരു പ്ലാന്റ് അല്ല. ഈ കാണുന്നതും പുറത്തുനിന്ന് വന്ന ഒരു പ്ലാന്റാണ്. വളരെ മനോഹരമായ, കണ്ണിന് ഇമ്പമാർന്ന ഒരു നിറമുള്ള ചെടിയാണ്. അതേപോലെ തന്നെ വെക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചുവന്ന മണ്ണ്, ചരൽ കൂടിയ മണ്ണ്, അതായത് വെള്ളം വാർന്നു പോകാനായിട്ടുള്ള നാടൻ മണ്ണിലും വയ്ക്കാം. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ വളമായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻഡോഫിൽ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട സാധനമാണ് കലേഡിയത്തിന്. ഇൻഡോഫിൽ M45 അല്ലെങ്കിൽ സാഫ് 2 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 2.5 സ്പൂൺ പൊടി അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ പൊടി, 3 സ്പൂൺ പൊടി ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇന്തോനേഷ്യൻ കലേഡിയത്തിൻ്റെ പ്ലാന്റ് തന്നെ ഒന്ന് ക്ലോസപ്പ് എടുത്ത് തന്നതാണ്. അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്തോളം അത് റെഡ് കൂടും, അതേപോലെ ഗ്രീൻ കുറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഭയങ്കര ഭംഗിയാണ്, നേരിട്ട് കാണണം, അടിപൊളിയാണ്. ഇതുവരെ തൈ വിറ്റ് തുടങ്ങിയിട്ടില്ല, പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പക്ഷേ തൈ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ വേറൊരു പ്ലാന്റ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിനുള്ള ഫംഗിസൈഡ്, അതിൽ ഇൻസെക്റ്റ് അധികം വരാറില്ല. പിന്നെ ഇവൻ ട്യൂബർ ആയതുകൊണ്ട് എലിശല്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എലിയെ പരമാവധി ഒഴിവാക്കിയ ഒരു സ്ഥലത്ത് വേണം കലേഡിയം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അലക്കേഷ്യ വെക്കാനായിട്ട്. കാര്യം അടിയിൽ ചേമ്പ് ഭക്ഷ്യയോഗ്യമായ ഒന്നാണ്, അന്നേരം വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, വെള്ളം ഒരു ദിവസം ഇടവിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റായിട്ട് വെള്ളം മതി, ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല, അഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് വെള്ളം കുറയ്ക്കുക. അടിപൊളിയായിട്ട് നേരിട്ട് കാണുമ്പം ഉള്ളൊരു സുഖം ഒരിക്കലും വീഡിയോയിൽ അങ്ങനെ കിട്ടാറില്ല. ഇത് ഫംഗിസൈഡ് കൊടുത്തിരിക്കുന്നതാണ്. പ്ലാന്റിന് ഞങ്ങൾ ഇടയ്ക്ക് ഫംഗിസൈഡ് കൊടുക്കുന്നതാണ്. അതേപോലെ ആ മഞ്ഞയുടെ ഒന്നുകൂടെ കാണിച്ചു തരാം. മഞ്ഞ നാരോ ലീഫ്, ഇതും പ്രൊപ്പഗേഷന് വേണ്ടി കൊണ്ടുവന്ന പ്ലാന്റാണ്. തൈ ആയിട്ട് വേണം സെയിൽ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബ്രോഡ് ലീഫ് ഇപ്പം ഇറങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ പ്ലാന്റ് ഇളക്കുന്നതും പ്ലാന്റിനകത്ത് തൈയെടുക്കുന്നതും വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കയറി കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ചാനൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് നാളെയുള്ള ഞങ്ങളുടെ ഒരു പ്രോത്സാഹനമായി ഞങ്ങൾ കണക്കാക്കുന്നതാണ്.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കലേഡിയം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പ്ലാന്റുകൾ തൈ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് തൈ ആയതിനു ശേഷം ഇതേപോലെ ഒരു അപ്ഡേഷൻ വരുന്നതായിരിക്കും സെയിലിന്. അതേപോലെ തന്നെ ഒരു കലേഡിയത്തിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു റെഡ് കലേഡിയത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്കുള്ള നമ്മളെ വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടില്ല. അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. തൈ ആവുന്നത് നോക്കുന്നുണ്ട്, തൈ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ക്ലൈമാറ്റിക് സിറ്റുവേഷൻ ഇത്രയും ചൂട് കയറി കിടക്കുന്നതുകൊണ്ട് തൈ ആവുന്നില്ല. ആ റെഡിൻ്റെത്, ആ റെഡ് ഉടനെ തൈ ആവും. അതിനുശേഷം നമ്മൾ വിന്നർക്ക് കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.